ഹായ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ രാവിലത്തെ കഴിക്കൽ. ഇന്നിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് സാമ്പാറും ഇഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എളുപ്പത്തിന് ചട്നി വേഗം ഉണ്ടാക്കി. അത് കടുക് വറുക്കാൻ കൂടി ഇന്ന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എല്ലായ്പ്പോഴും നമ്മളിപ്പോൾ കടുക് വറുത്ത ചട്നി തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ചിലപ്പം ധൃതി പിടിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കൂട്ടും. പിന്നെ അതിന് കൂടെ ഉപയോഗിക്കുന്നത് എന്താ അറിയോ, പൊടിയാണ് കേട്ടോ. ഇഡ്ഡലിപ്പൊടി. ഇത് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. എപ്പോഴും നമ്മളിവിടെ സ്റ്റോക്കുള്ളൊരു സാധനമാണ് ഇഡ്ഡലിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ എണ്ണ കൂട്ടാതെ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ എണ്ണ ഒഴിച്ച് ഉപയോഗിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നടുവിൽ ഇങ്ങനെ ഒരു കുഴിയൊക്കെ കുഴിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഞാൻ ചോറിനൊക്കെ കൂട്ടി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അപ്പൂനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ ഇഡ്ഡലിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ രണ്ട് ഐറ്റത്തിൽ ഒതുക്കി. ഇന്നിപ്പോൾ ചമ്മന്തിയോ അങ്ങനെയൊന്നും അരച്ചില്ല. എന്തായാലും ഓൾറെഡി ചട്നി അരച്ചു, പിന്നെ പൊടിയും കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ കഴിച്ചത്. പിന്നെ നമുക്കാണെന്ന് വെച്ചാൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് അത് വാങ്ങണം കേട്ടോ. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ട് ഇഡ്ഡലി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, ചില തിരക്കുള്ള ദിവസമാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഈ പൊടിയുടെ റെസിപ്പി വേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ പൊടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. കാരണം നിങ്ങളിങ്ങനെ എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഒരു വെറൈറ്റി ആയല്ലോ. അപ്പം തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറെ കുറേ പരിപാടികളുണ്ട്. ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിനൊക്കെ ഇങ്ങനെ കഴിക്കാൻ പെട്ടെന്ന്. അതേപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, അതേപോലെ വെള്ളരിക്ക പിഞ്ച് കിട്ടുന്ന സമയത്തൊക്കെ അതിങ്ങനെ മുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കക്കിരിക്ക വെള്ളരിക്ക അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കി വയ്ക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. മറക്കാതെ തന്നെ ഞാൻ എന്തായാലും അതിൻ്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണികളുടെ ഇടയിൽ ഇത് രാവിലെ ഇങ്ങനെ മെല്ലെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം കേട്ടോ. അന്ന് നമ്മളൊരു പുതിയ സംഭവമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂസേജും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മുരിങ്ങ കൂട്ടാൻ്റെ പണികളാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ മുരിങ്ങ ആകെയുള്ളത് തെങ്ങും വാഴയും മുരിങ്ങയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എളുപ്പത്തിന് ഇന്നിപ്പോൾ പൊട്ടിച്ചത്, ഇപ്പോൾ ലീവുള്ള ദിവസമൊക്കെ ആകുമ്പോൾ സമാധാനത്തിൽ ഇരുന്ന് ഊരി എടുക്കാം. അങ്ങനെ ചെറപറോന്ന് ഞാൻ വേഗം മുരിങ്ങയൊക്കെ ഊരിയെടുത്തിട്ട് നമ്മുടെ മുരിങ്ങ കൂട്ടാനൊക്കെയാണ്. പിന്നെ ഇന്നലെ ഓൾറെഡി മീനിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് മത്തിയൊക്കെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പെർഫെക്റ്റ് ഊണായി. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ പറയാം. മുരിങ്ങക്കൂട്ടാൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു ചില കൂട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കണ ഒരു കൂട്ടാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയും വേണമെങ്കിൽ ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം കേട്ടോ. ലിങ്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടി ഒന്ന് ടേസ്റ്റ് ഒന്ന് പറയുക. കാരണം ചെറിയ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമുക്ക് വലിയ വലിയ ടേസ്റ്റുകൾ കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. ഇതാണ് നമ്മുടെ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ കുറേ റിവ്യൂ കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങി നോക്കിയതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കൂടിയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആകെ മൊത്തം പിടിച്ച് വലിച്ചൊന്ന് നമ്മളിങ്ങനെ കറപറാന്നൊന്നിങ്ങനെ ചീന്തി എടുക്കുന്നുണ്ട് കേട്ടോ വേഗം. കാരണം ഇനിയിപ്പോൾ കവറൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേഗം ഇതാണ് കേട്ടോ നമ്മുടെ ടെർമിനേറ്റർ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരാളൊരു വീഡിയോ കണ്ട സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായതാണ്. അപ്പോൾ ഞാനും എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നൊരു റിവ്യൂ കൂടി പറയാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് മെല്ലെ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സംഭവം. നല്ല ബ്രഷ് ടൈപ്പ് ഉള്ള പോലെ ഫ്ലെക്സിബിൾ അല്ല കേട്ടോ, ബ്രഷിൻ്റെ പോലെ നല്ല സ്റ്റീൽ ഹാർഡായിട്ട് തന്നെയാണത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ ഡിസൈനൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉപയോഗിച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടേ മുടിയിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു നനവ് ആവശ്യമാണ്. നനവ് മീൻസ് അവർ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ നന്നായിട്ട് വെള്ളം പുരട്ടുക, അല്ലെങ്കിൽ എണ്ണ പുരട്ടുക എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വെള്ളം പുരട്ടിയിട്ടാകുമ്പോൾ എന്തായാലും നമുക്കത് ചിലപ്പോൾ മുടിയൊക്കെ കൂടുതൽ പൊട്ടി പോകാൻ ചാൻസ് കൂടുതലായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിച്ചത് എണ്ണ കേട്ടോ. കാരണം മുടിക്ക് എപ്പോഴും ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് തന്നെയായിരിക്കും നല്ലതുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ടൈം തന്നെ ഇത് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലാണ് ഇത് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അപ്പോൾ മുടി ഇങ്ങനെ രണ്ട് സൈഡിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. കാരണം കുറച്ച് ചുരുണ്ട മുടി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ നമ്മളെന്താ പറയുക, മുടിയിലെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം ഒരു വെള്ള തോർത്തുമുണ്ട് പഴയത് നമ്മളധികം ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ മാറ്റി വയ്ക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളത് എടുത്ത് വെച്ചതായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. എനിക്ക് തോന്നുന്നു പേൻചീർപ്പിൻ്റെ ഇതുപോലെ അത്രയ്ക്ക് ഒരു വീതി ഉള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഒന്ന് ചീന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പോർഷനായിട്ട് മാറ്റി വെച്ചിട്ട് ആ ഓരോ പോർഷനായിട്ട് ചീന്തി എടുക്കണം എന്നുള്ളത്. പിന്നെ പേൻചീർപ്പ് പോലെ അത്ര ഈസി ആയിട്ട് ചീന്താൻ വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മെല്ലെ ഒന്ന് ആക്കിയെടുക്കുക. മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ കാണിക്കുള്ള കുറച്ചുകൂടി ഫാസ്റ്റായിട്ടൊന്നും വേണ്ട, ഒന്നുകൂടി സ്ലോ ആയിട്ട് ചെയ്യാം. ഞാൻ കിട്ടിയ ആവേശത്തിന് ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതാ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. വല്ലാണ്ട് അങ്ങനെ പേനും മീരിൻ്റെ ശല്യമൊന്നും ഇല്ല. എന്നാലും ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഉപയോഗമുള്ള സാധനം കണ്ടത്. അങ്ങനെ ഇങ്ങനെ 1 2 അങ്ങനെയൊക്കെ ആയിട്ടുള്ള കിട്ടാനുള്ള അതിൻ്റെ ആ ഒരു ബ്രഷ് എന്ന് പറയുന്നത് സ്റ്റീൽ തന്നെയാണ്. അതുകൊണ്ട് ഫ്ലെക്സിബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ മറ്റേ ബ്രഷ് പോലെ അല്ലെങ്കിൽ ചീർപ്പിലുള്ള പോലെയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ താരനും അതേപോലെ ഈരും പിന്നെ എന്താ പറയുക പേനും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഓരോ ചീന്തൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രഷ് എടുത്ത് ഇങ്ങനെ ആക്കുകയാണെന്ന് വെച്ചാൽ കിട്ടുമായിരിക്കും. വളരെ കുറച്ച്, കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ മുടിയിൽ ചീന്തി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സ്റ്റീലാണ്. അപ്പം നമ്മൾ പേൻചീർപ്പൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി നമുക്കിങ്ങനെ എടുത്തിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കുറച്ച് ഹാർഡായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും വേണം. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തലമുടിയിൽ ഞാനിതിൻ്റെ വീഡിയോസ് കണ്ട സമയത്ത് പറഞ്ഞത് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തേക്കാനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ നമ്മളെപ്പോഴും എണ്ണ തേക്കുന്നതാണെന്നുള്ളതാണ്. എണ്ണ നന്നായിട്ട് തേച്ചതിന് ശേഷം പിന്നെ നീളം കൂടിയ മുടിക്കൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ഒരു ചീർപ്പിൻ്റെ അത്രയും നമുക്ക് പേൻചീർപ്പ് പറയുമ്പോൾ കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഭാഗം എടുത്ത് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം അവർക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ എവിടെയാണ് പേരുള്ളത്, താരനുണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പേൻചീർപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ലാസ്റ്റ് വരയ്ക്ക് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഉരം കൂടുതലാണ്, മൂർച്ച കൂടുതലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് 1 2 തവണ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലിയർ ആവും. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടത്തെ ഈരുകോലി എന്ന് പറയും. അപ്പോൾ ആ ഒരു സാധനം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് അടുപ്പിച്ചാണ് ഇതിൻ്റെ പല്ലുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയിൽ നമുക്ക് ഈരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് ആ ഭാഗം വെച്ച് തന്നെ ഒഴിഞ്ഞെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഈരും കൂടി ഇതിൽ പോരുകയാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് പേനിൻ്റെ ശല്യം ഉണ്ടാവില്ല. കാരണം പേനിൻ്റെ മുട്ടയാണല്ലോ ഈരെന്ന് പറയണത്. അപ്പോൾ അത് കാരണം ആ ഈരും കൂടി പോരുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പൂ അല്ലേ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ അത് മുടിക്ക് കേടൊക്കെ അല്ലേ. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഭയങ്കര കേളി ഹെയർ ഒക്കെ ആണെച്ചാലൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മുടി പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചീർപ്പ് പോലെ അല്ലാത്തതുകൊണ്ട് ഇതങ്ങനെ അപ്പം നമ്മൾ തന്നെ വാങ്ങിയതിന് ശേഷം കറക്റ്റായിട്ട് അതിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് അത് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 2 3 കാര്യങ്ങളാണ്. പിന്നെ കുറേ പേനും ഈരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വട്ടം നമ്മൾ എവിടെയാണോ, അതായത് ഇപ്പോൾ നമ്മൾ മുടീനെ ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് പോർഷനായിട്ട്. എന്നിട്ട് ഈ ഒരു പോർഷൻ, അതായത് ഏകദേശം ഇത്ര മാത്രമേ ഇതിൻ്റെ കൊള്ളുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമായിട്ട് നമ്മളങ്ങനെ കുറച്ചായിട്ട് ചീന്തി എടുക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മുടി പൊട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും.
അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ചീന്തി എടുക്കുമ്പോൾ അതിലധികമായിട്ട് പേനോ ഈരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം മാത്രം അടുത്ത പ്രാവശ്യം ചീന്തി എടുക്കുക. അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും ചീന്തുമ്പോൾ നമ്മുടെ തലയിൽ തന്നെ വീണ്ടും അത് വരികയല്ലേ ചെയ്യുക. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലാത്തവരെ സംബന്ധിച്ചോളം കുഴപ്പമില്ല. പിന്നെ ഈ തലയുടെ ഓടിലൊക്കെ നിൽക്കുന്ന താരൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചൊറിച്ചിലോ അല്ലെങ്കിൽ നമുക്ക് കണ്ണാടിയിൽ വെച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ആ ഭാഗം നന്നായിട്ട് ഒന്ന് ഉരച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ താരനും കൂടി പോരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്കൊരു ഹെൽപ്പ് തന്നെയാണ്. കാരണം ഈരിനാണെങ്കിലും പേനാണെങ്കിലും താരനാണെങ്കിലും 3 കാര്യങ്ങളും നമുക്കിത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ എന്തായാലും കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് മാത്രം എടുത്ത് ചെയ്തെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ആയി കഴിഞ്ഞതിന് ശേഷം ഒരാൾ നമുക്ക് ചെയ്തു തരാനുണ്ടെങ്കിൽ അവർക്ക് അറിയുമല്ലോ അത് പോരുന്നവരേക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒറ്റയ്ക്കാവുമ്പോൾ അത്രത്തോളമൊന്നും അറിയില്ല, എങ്കിലും ഒരു പരിധി വരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരു ചീർപ്പ് നമ്മൾ ചീന്തുന്ന സമയത്ത് ഒരു ബ്രഷ് എപ്പോഴും കയ്യിൽ വെക്കുക. ഓരോ പ്രാവശ്യം ചീന്തി വരുമ്പോഴും അധികം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് സോപ്പ് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതിലൊന്ന് ഇട്ട് വെക്കുക ഒരു 5-10 മിനിറ്റ്. കാരണം എന്തെങ്കിലും നമ്മുടെ തലയിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടി അപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ട് നമുക്കെടുത്ത് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ വലിയ വിലയൊന്നുമില്ല, എല്ലാറ്റിലും നമുക്ക് കിട്ടും. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. വലിയ വിലയില്ല. അപ്പോൾ കുറച്ച് കാലം ഈട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. കാരണം ഒരു വട്ടം നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്രത്തോളം തലയുടെ ഓടിൽ ഇത് തട്ടുന്നുണ്ട്, വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കുറേ ദിവസമായി ഇത് വന്നിട്ട്, പക്ഷേ അത് എന്താ പറയുക പാക്കറ്റ് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും വീടും നമ്മളൊക്കെ ഒന്ന് ക്ലീൻ ആവുക തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ഒരു വെക്കേഷൻ കഴിയുമ്പോഴേക്കും തലമുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റായി ഷാമ്പൂ ഇട്ട് ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു സൈഡൊക്കെ ചീന്തി കഴിഞ്ഞിട്ട് കേട്ടോ, ഇനി ബാക്കിയും കൂടി ചീന്തി വേഗം ഒന്ന് കുളിച്ചിട്ട് വരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഫസ്റ്റ് ടൈം ഒരാൾക്ക് പെട്ടെന്ന് നല്ലൊരു സംഭവമാണ്, അല്ലെങ്കിൽ കറക്റ്റ് അത് വെക്കാനൊന്നും അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് തന്നെ അത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സൈഡൊക്കെ തലമുടിയൊക്കെ ചീന്തി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പ് വെള്ളം ഇത്തിരി ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോ അരമണിക്കൂറോ കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ വളരെ ഈസി അല്ലേ, നമുക്ക് കുറച്ച് സോപ്പിൻ്റെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് എളുപ്പം തന്നെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചീന്തി എടുത്താലും നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തുടച്ച് വെയിലത്ത് ഉണക്കി വെക്കുക. അപ്പം നമ്മൾ അടുത്ത ക്ലീനിങ്, അപ്പോൾ ഒരു തലയുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു മൊത്തത്തിൽ. ഇനി അടുത്ത ക്ലീനിങ് ആണ് നഖങ്ങളൊക്കെ കേട്ടോ, ഒക്കെ വെട്ടി വൃത്തിയാക്കുക എന്നുള്ള പരിപാടിയാണ്. നഖം പൊതുവേ വളർത്താറില്ല, എനിക്ക് തീരെ താല്പര്യമില്ല ഒരു കാര്യത്തിൽ. ഇവിടെ ആരും ചെയ്യാറില്ല കേട്ടോ, ഏട്ടനാണെങ്കിലും കുട്ടികളാണെങ്കിലും ആർക്കായാലും അത് വലിയ താല്പര്യമില്ല. അപ്പോൾ എപ്പോഴും അതും എല്ലാ ആഴ്ചയുണ്ടെങ്കിൽ 2 കയ്യിലത്തെയും കാലിലത്തെയും ഒക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വയ്ക്കും. പിന്നെ നെയിൽ പോളിഷും അതിൻ്റെ യൂസേജും വളരെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇടാറില്ല എന്ന് തന്നെ പറയാം. മോള് മാത്രമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഇടുന്ന കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വക ഒരു ക്ലീനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലേ നമുക്കൊന്ന് പൂർണ്ണമായിട്ട് വൃത്തിയായി എന്ന് തോന്നുള്ളൂ. അപ്പോൾ തലയും മുഖവും മുടിയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ളൂ. ഇനി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുള്ള ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓരോ വീഡിയോയിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുള്ള വല്ല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ അനുഭവങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിലും പുതിയ അറിവുകളൊക്കെ തരിക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.